2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടും. രാത്രി 7-ന് അഹമ്മദാബാദിലാണ് കലാശ പോരാട്ടം. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരി, എല്ലാ കണ്ണുകളും സഞ്ജുവിലേക്കാണ്. തുടർച്ചയായ ലോകകപ്പ് ജയം എന്ന ലക്ഷ്യവുമായി ആണ് ഇന്ത്യ ഇറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ലോകകപ്പ് 2020 ലോകകപ്പ് എന്ന നേട്ടം കൂടി ഇന്ത്യ കൊതിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സാധ്യതകൾ എങ്ങനെയാണ്? ഈ മത്സരം ജയിക്കുന്നതോടുകൂടി 3 റെക്കോർഡുകൾ സ്വന്തമാക്കാനായിരിക്കും ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഹോം ഗ്രൗണ്ടിൽ, അതായത് ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെൻറ്റിൽ ഇന്ത്യ തന്നെ ജയിക്കുക എന്നത് T20 ലോകകപ്പിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ഹോസ്റ്റ് ചെയ്യുന്ന നേഷൻ ജയിച്ചിട്ടില്ല ഇതുവരെ. മറ്റൊരു കാര്യം, T20 ലോകകപ്പിൽ തുടർച്ചയായി ഉള്ള 2 ലോകകപ്പുകളിൽ ഒരേ ടീം ജയിച്ചിട്ടില്ല, ഡിഫൻഡിങ് ചാമ്പ്യൻസ് ജയിച്ചിട്ടില്ല. അതും സ്വന്തമാക്കാനായിരിക്കും ഇന്ത്യ ഇറങ്ങുന്നത് എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ചരിത്ര റെക്കോർഡുകളൊക്കെ നിൽക്കുകയാണ്. എന്തായാലും കണ്ണുകൾ സഞ്ജു സാംസണിലേക്ക് തന്നെയാണ്. അത്രയധികം ഫോമിൽ നിൽക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ 97, ഇംഗ്ലണ്ടിനെതിരെ 89 ഒരു ഫയർ നോക്കിൽ നിൽക്കുകയാണ് സഞ്ജു. ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ആ തുടക്കം, ആ ഒരു ഗംഭീരമായ ഇന്നിങ്സ് തുടക്കം നൽകിയത് സഞ്ജു സാംസണാണ്. അത് കഴിഞ്ഞ 2 കളിയിൽ നിന്നും വ്യക്തമാവുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാ കണ്ണുകളും സഞ്ജുവിലേക്കാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയുടെ സാധ്യതകൾ, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് തുടങ്ങുന്നത്, ഇത് ഗ്രൗണ്ട് വേറെയാണ്. ഇത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ആ ഗ്രൗണ്ടിൽ ഇന്ത്യക്ക് അത്ര നല്ല ഭാഗ്യമല്ല ഉള്ളത്. കഴിഞ്ഞ 20 മത്സരങ്ങളിൽ, അതായത് ICCയുടെ 20 മത്സരങ്ങളിൽ 2 മത്സരങ്ങൾ ഇന്ത്യ പരാജയപ്പെട്ടു. ആ 2 മത്സരങ്ങൾ പരാജയപ്പെട്ടതും ഇതേ ഗ്രൗണ്ടിലാണ്. 2023 ഫൈനൽ നമുക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതേ ടൂർണമെൻറ്റിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വഴങ്ങിയ 76 റൺസിൻ്റെ പരാജയം. ഇത് രണ്ടുമാണ് ആ പരാജയങ്ങൾ. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് ഇത്തവണ പുതിയ റെക്കോർഡുകൾ തീർക്കുക എന്നത് തന്നെയായിരിക്കും അഹമ്മദാബാദിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴേക്കും ഇന്ത്യക്ക് അനുകൂലമായ പിച്ച് റിപ്പോർട്ടാണെന്ന് തന്നെ പറയാം. ബാറ്റിങ്ങിന് അനുകൂലമാണ്. അതോടൊപ്പം തന്നെ ബൗൺസും പേസും കിട്ടുന്ന വിക്കറ്റാണ്. അതായത് പേസർമാർക്ക് നല്ലോണം അനുകൂലമാവുന്ന ഒരു പിച്ച് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. മിക്സ് സോയിലാണ്, അതായത് ബ്ലാക്ക് സോയിലും റെഡ് സോയിലും കൂടെ മിക്സ് ചെയ്താണ്. അതിനകത്ത് 65% റെഡ് സോയിൽ എന്നതാണ് കണക്കുകൾ. അതായത് പേസർമാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗുണകരമാവുന്ന രീതിയിലാണ് പിച്ച് വർക്ക് ചെയ്തേക്കുന്നത്. അർഷദീപിനും ജസ്പ്രീത് ബുംറയ്ക്കും ഹാർദിക് പാണ്ഡ്യയ്ക്കും നല്ല രീതിയിൽ ഗുണകരമാകും. അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെ പേസർമാരായ മാറ്റ് ഹെൻറിക്കും ജിമ്മി നീഷമിനും അത് തന്നെ ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. ആൻഡ് ലോക്കി ഫെർഗ്യൂസനും. അത് ന്യൂസിലൻഡിൻ്റെ കുന്തമുനയായ പേസേഴ്സിനെ തന്നെയാണ് ഇന്ത്യക്കെതിരെ ഇറക്കാനുള്ള തത്രപ്പാടിൽ തന്നെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പിന്നർമാർക്ക് പറയാനുള്ള ഒരു റിപ്പോർട്ട്, ഇൻ ദ സെൻസ് ടേൺ കിട്ടുന്നില്ല, പക്ഷേ നല്ല രീതിയിൽ സ്പിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നും കൂടി ഈ വിക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് അക്സർ പട്ടേലിന് വരുൺ ചക്രവർത്തിക്ക് ഏറ്റവും പ്രധാനമാണ്. വരുൺ ചക്രവർത്തി ഫോം ഔട്ടിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്ന് 4 വിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ റണ്ണുകൾ എക്കോണമി 11.82 ആണ്. അതൊരു സ്പിന്നറിനെ സംബന്ധിച്ചിടത്തോളം, മിഡിൽ ഓവേഴ്സിൽ എറിയുന്ന സ്പിന്നറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം എക്കോണമിയാണ്. അത് തിരിച്ചു പിടിക്കുക എന്ന് തന്നെയാണ് വരുൺ ചക്രവർത്തിയിൽ നിൽക്കുന്നത്. ഇന്ത്യൻ ടീമിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പോലും ഒരു ഔപചാരികതയുടെ പേരിൽ വൈകുന്നേരം 6 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കിയിരിക്കുന്നു ടീമിൽ മാറ്റമുണ്ടാകില്ല എന്നുള്ളത്. അതായത് വരുൺ ചക്രവർത്തിയുമായി തന്നെ കളിക്കും. കുൽദീപ് യാദവിന് ടീമിൽ ഇടം കിട്ടുന്നില്ല എന്നത് നിരാശകരമായി മാറാതിരിക്കാം. അതൊക്കെ നമുക്ക് മത്സരം നടക്കുമ്പോൾ മാത്രം അറിയാവുന്നതാണ്. ന്യൂസിലൻഡ് സൈഡിൽ നിന്നും ഏകദേശം ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ 2 ടീമുകളും അൺചേഞ്ച്ഡ് ആയിട്ട് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്നു എന്നുള്ളത്. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ തന്നെ കാണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടവും കൂടിയുണ്ട്. സഞ്ജു സാംസണിൻ്റെ ടീഷർട്ട് പുറത്ത് വിൽക്കുന്നത് പോലും 3 ഇരട്ടി 4 ഇരട്ടി വിലയിലാണ്. സാംസൺ 9 എന്ന ജേഴ്സി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ തിരക്കും ഗ്രൗണ്ടിൽ കാണാം. അതായത് മലയാളികൾ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള 140 കോടി ജനങ്ങളും സഞ്ജു സാംസൺ എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് മാത്രം നോക്കുകയാണ്. അത് ഒരുപക്ഷെ സിനിമാറ്റിക് ആയിട്ടുള്ള അനുഭവമാണ്. ഈ T20 ലോകകപ്പിൽ ഒരു ഘട്ടത്തിൽ തള്ളി നീക്കപ്പെട്ട, അതായത് കളിക്കേയില്ല എന്ന് ചിന്തിച്ചിരുന്ന അതേ വ്യക്തിയാണ് 2 മത്സരങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ സ്വപ്നങ്ങളും ചിറകിലേറ്റിക്കൊണ്ട് ഫൈനലിലേക്ക് കൊണ്ടുപോകുന്നത്. അതും ഒരു മലയാളി താരം എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അഭിമാനം എന്നല്ലാതെ മറ്റൊന്നും തോന്നില്ല എന്നതും ഏറ്റവും നിർണായകമായി. ഹരി, മലയാളികളെ സംബന്ധിച്ചും ആ രീതിയിലുള്ള അഭിമാന നിമിഷമാണ്. നമുക്കറിയാം, ഈ ലോകകപ്പ് ഫൈനലുകളിൽ ഒരു മലയാളി സാന്നിധ്യം നമ്മൾക്കൊക്കെ എപ്പോഴും പ്രചോദനമായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ വലിയ ആശ്വാസമായിട്ടുണ്ട്, പ്രതീക്ഷയായിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ഒരു മലയാളിയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു ലോകകപ്പ് ഫൈനൽ എന്ന പ്രത്യേകതയാണ്. ക്രിക്കറ്റിൽ കേരളവും വളർന്നിരിക്കുകയാണ് സഞ്ജുവിനൊപ്പം എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു പ്രാധാന്യമല്ലേ ഈ ലോകകപ്പിനെ അടയാളപ്പെടുത്തുന്നത്? തീർച്ചയായും 19 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലയാളി താരത്തിൻ്റെ കൈകളിൽ മിസ്ബാ ഉൽ ഹക്ക് കൊണ്ടെത്തിച്ച ക്യാച്ചാണ് 2007 പ്രഥമ T20 ലോകകപ്പ് ഇന്ത്യക്ക് കിട്ടുന്നത്. അത്
മറ്റാരുമല്ല, അത് എസ് ശ്രീശാന്താണ്. ആ ശ്രീശാന്തിൽ നിന്ന് 2007 ഫൈനൽ തുടങ്ങിയതിനു ശേഷം 4 വർഷങ്ങൾക്ക് ശേഷം 2011 ഇന്ത്യ ഒരു ഏകദിന ലോകകപ്പ് കളിച്ചപ്പോൾ ശ്രീശാന്ത് നീ വേണം, അത് ടീമിന് ഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതേ ലോകകപ്പിലെ ആദ്യത്തെ മത്സരവും അവസാനത്തെ മത്സരവും മാത്രമാണ് ശ്രീശാന്ത് ആ ലോകകപ്പിൽ കളിച്ചത്. ശ്രീശാന്ത് ഫൈനൽ വേണമെന്ന് നിർബന്ധം പിടിച്ചത് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു. അത് ഭാഗ്യമാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. നമുക്കറിയാം ഇപ്പോൾ പോലും ഇന്ത്യൻ ടീം അവർ താമസിച്ചിരുന്ന ഹോട്ടൽ മാറി, കാരണം ആ ഹോട്ടലിൽ ഭാഗ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യ അങ്ങനെ ഒരു ഭാഗ്യ പരീക്ഷണത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഭാഗ്യമാണ് ഒരു മലയാളി താരം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ. പക്ഷേ ഇത് ഭാഗ്യം മാത്രമല്ല, കഠിനാധ്വാനം ഉണ്ട് കേട്ടോ. കാരണം സഞ്ജു സാംസൺ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ സെമി ഫൈനലിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യയെ സെമി ഫൈനലിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഫൈനലിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യയെ ഫൈനലിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇനി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് സഞ്ജു ഇന്നത്തെ മത്സരത്തിൽ ഒരു മികച്ച നോക്ക് നടത്തിയാൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നമ്മളത് വിട്ടുകളയെ ചെയ്യരുത്. സഞ്ജു സാംസൺ എന്ന വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു പോയിന്റ് പറയാം. സഞ്ജു ഇന്നും ഒരു 30+ സ്കോർ അടിക്കുകയാണെങ്കിൽ സഞ്ജു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആവാനുള്ള സാധ്യത, അതായത് ICC T20 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന് പറയുന്ന എല്ലാ താരങ്ങളും കൊതിക്കുന്ന ആ ഒരു ട്രോഫി സഞ്ജുവിൻ്റെ കൈകളിലേക്ക് എത്താൻ 30 റണ്ണ് സഞ്ജു ഒന്ന് അടിച്ചു കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. കാരണം ഇപ്പോൾ ആകെ കളിച്ച് ഇന്നത്തെ മത്സരം കൂടെ കൂട്ടി 5 മത്സരങ്ങൾ സഞ്ജു കളിച്ചിട്ട് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡും കൂടെ സ്വന്തമാക്കുകയാണെങ്കിൽ അത് മറ്റൊരു ചരിത്രമാണെന്നതും കൂടി എഴുതി വെക്കേണ്ടി വരും. സഞ്ജു കുറിക്കുന്നത് കാത്തിരിക്കുകയാണ്. അഹമ്മദാബാദിലെ മലയാളികളായ സഞ്ജു ഫാൻസിന്റെ പ്രതികരണം കൂടി കണ്ടതിന് ശേഷം ഞാൻ ഹരിയിലേക്ക് തിരിച്ചെത്താം. നമ്മുടെ സഞ്ജു ഇങ്ങനെ ആഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ അഹമ്മദാബാദിലെ മലയാളികളായ സഞ്ജു ഫാൻസ് ആണ് ഇനി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. फॉर्म अच्छे चल रहा है, वेटिंग फॉर हिज सेंचुरी इन द फाइनल and good partnership with the Abhishek. Yeah, സഞ്ജു മലയാളി, പൊളിക്കും മലയാളി. മലയാളികളെ എല്ലാവരും സഞ്ജുവിനെ വോട്ട് ചെയ്യൂ, വിജയിപ്പിക്കൂ. തീർച്ചയായും എല്ലാ തരത്തിലും ചർച്ചയാവുകയാണ് സഞ്ജു ഒരുപാട് മത്സരങ്ങൾ ഇങ്ങനെ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് കണ്ട സഞ്ജു ഇപ്പോൾ എല്ലാവരും സഞ്ജുവിൻ്റെ പേര് പറഞ്ഞ് ഒരു ടീമാകെ അല്ലെങ്കിൽ ആരാധകരാകെ സഞ്ജുവിൽ വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കുന്ന സാഹചര്യമാണ്. ഹരി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഹരി, സഞ്ജു ആർപ്പുവിളികൾ നമുക്ക് ആവേശമാകുമ്പോൾ തന്നെ സഞ്ജുവിന് ഇതൊരു വലിയ സമ്മർദ്ദമാകുമോ എന്നതുകൂടി ഉണ്ടല്ലോ. 2 മത്സരങ്ങൾ അപാര ഫോമിലാണ് സഞ്ജു കാത്തിരുന്ന നിമിഷമാണ് നമ്മൾ ഈ ലോകകപ്പിൽ ഇടയ്ക്കിടെ കണ്ട നിമിഷങ്ങളെല്ലാം തന്നെ. പക്ഷേ ഇതൊരു അമിത സമ്മർദ്ദമായി സഞ്ജുവിന് മേൽ വരുന്നുണ്ടോ? ടീമാകെ സഞ്ജുവിനിൽ ആത്മവിശ്വാസം അർപ്പിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസം അർപ്പിക്കുന്നു, ആരാധകരാകെ സഞ്ജുവിനെ ഉറ്റുനോക്കുന്നു. അതൊരു അമിത സമ്മർദ്ദത്തിൻ്റെതായ അവസ്ഥയുണ്ടാക്കുമോ സഞ്ജുവിന്? രേണു, സഞ്ജുവിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഞാൻ സമ്മർദ്ദത്തിൻ്റെ അങ്ങേയറ്റം കണ്ടിട്ട് വന്ന മനുഷ്യനാണ്, എനിക്കിതൊന്നും ഒരു സമ്മർദ്ദമേ അല്ല എന്ന് സഞ്ജു പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ന്യൂസിലൻഡ് സീരീസിൽ, അതായത് ഈ T20 ലോകകപ്പിന് തൊട്ട് മുന്നേയുള്ള സീരീസ് ന്യൂസിലൻഡിനെതിരെയായിരുന്നു. അത് 5 മത്സരങ്ങളിൽ വെറും 46 റൺസ് മാത്രം എടുത്തുകൊണ്ടാണ് സഞ്ജുവിന് ഈ T20 ലോകകപ്പിലെ ഫസ്റ്റ് കീപ്പർ പൊസിഷനെ അങ്ങ് പോയത്. അപ്പോൾ ആ ന്യൂസിലൻഡിനെതിരെ തന്നെ ഫൈനലിൽ കിട്ടുക, ആ ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഗംഭീരമായി കളിക്കുക, അതാണ് സഞ്ജുവിൻ്റെ പേഴ്സണൽ റിവെഞ്ച് എന്ന് പറയുന്നത്. കാരണം ആ സീരീസ് നഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ 4 മത്സരങ്ങൾ മാത്രം സഞ്ജു ഈ T20 ലോകകപ്പിൽ ഒതുങ്ങേണ്ടി വന്നു. അല്ലെങ്കിൽ ഇഷാൻ കിഷന് പകരം സഞ്ജു ഇറങ്ങേണ്ടതായിരുന്നു. ഒരുപക്ഷെ ആ സീരീസിൽ നല്ലോണം പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല, നമ്മളെല്ലാവരും വിമർശിച്ചതാണ്. പക്ഷേ ഇതൊന്നും സഞ്ജുവിന് ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഒരു പ്രഷറേ അല്ല. കാരണം പ്രഷറിൻ്റെ അങ്ങേയറ്റം ഈ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ ആ പ്ലെയർ അനുഭവിച്ചിട്ടുണ്ട്. അപ്സ് ആൻഡ് ഡൗൺസും, വിമർശനങ്ങൾ, ടീമിൽ സാന്നിധ്യമില്ല, എന്തോ ബാറ്റിങ്ങിൻ്റെ ടെക്നീക്ക്, സ്റ്റാൻസിൻ്റെ പ്രശ്നം, ഫുട് വർക്കിൻ്റെ പ്രശ്നം, പുൾ ഷോട്ട് അടിക്കുന്നു, എപ്പോഴും ബാക്ക് ഫുട്ടിൽ മാത്രം കളിക്കുന്നു തുടങ്ങി വിമർശനങ്ങൾക്ക് മേൽ വിമർശനങ്ങൾ കേട്ട് തൻ്റെ ബാറ്റിംഗ് ടെക്നീക്ക് തന്നെ മാറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ആ വിമർശകരുടെ എല്ലാം വായടപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം നടത്തിയത്. സോ സഞ്ജു കാത്തിരിക്കുന്ന നിമിഷമാണ്. ഫൈനൽ കളിക്കുക എന്നുള്ളത് സഞ്ജുവിൻ്റെ ഡ്രീം ആയിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ താൻ നിൽക്കുന്ന ഈ ബ്ലിസ്റ്ററിംഗ് ഫോം ടീമിനുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് ഓപ്പണിങ്ങിൽ. കാരണം അഭിഷേക് ശർമ്മ ഒരു രീതിയിലും ഈ T20 ലോകകപ്പിൽ തിളങ്ങിയിട്ടില്ല. വ്യക്തിഗത ടോട്ടൽ 50 ഒരു മത്സരത്തിൽ അടിച്ചെങ്കിൽ പോലും അഭിഷേക് ശർമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രകടനവും നമുക്ക് ഈ ലോകകപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത് വളരെ നിരാശയാണ്. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞ 2 മത്സരങ്ങളിലും കൊണ്ടുപോകാനുള്ള ഒരേ ഒരു കാരണക്കാരൻ സഞ്ജു സാംസൺ ആണ്. ടീമിന് വേണ്ടിയിട്ട് ഒരു മികച്ച തുടക്കം നൽകുക മാത്രമല്ല, അവസാന 5 വരെ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ചു. 20 ഓവർ കീപ്പ് ചെയ്യുക, ചേസ് ചെയ്യുന്ന സമയത്ത് 19.2 ഓവർ ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്ലെയറിനെ പിഴിഞ്ഞെടുക്കുന്നതിന് തുല്യമാണ്. അതേ തന്നെയാണ് നമ്മൾ ഇംഗ്ലണ്ടിനെതിരെയും സഞ്ജുവിൻ്റെ അതേ ഫോം നമ്മൾ തുടർച്ച എന്ന രീതിയിലും കണ്ടത്. സോ ന്യൂസിലൻഡിനെതിരെ ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാച്ചപ്സ് ആണ്. അതും കൂടെ ഒന്ന് സംസാരിക്കണം. സഞ്ജു സാംസൺ ഏറ്റവും കൂടുതൽ ഭയക്കാൻ പോകുന്ന ഒരു ബൗളർ ന്യൂസിലൻഡ് മാറ്റ് ഹെൻറി ആയിരിക്കും. മാറ്റ് ഹെൻറി വേഴ്സസ് സഞ്ജു സാംസൺ എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ്, ഒരു മാച്ചപ്പ് തന്നെയാണ്
തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം ഈ ന്യൂസിലൻഡ് സീരീസിൽ 2 തവണ മാച്ച് എൻട്രി സഞ്ജു സാംസണെ പുറത്താക്കിയിരുന്നു. അത് കൃത്യമായിട്ട് ലൈനും ലെങ്ത്തും മനസ്സിലാക്കാൻ കഴിയാതിരുന്ന സഞ്ജു സാംസണാണ്. പക്ഷേ ഇപ്പോൾ സഞ്ജു അങ്ങനെയല്ല, നല്ല ഫോമിലാണ്, നല്ല ടച്ചിലാണ്, നെറ്റ്സിൽ ഉൾപ്പെടെ വലിയ പരിശീലനങ്ങൾ നടത്തുന്നു, ടൈം ചെയ്യുന്നു, ബുംറ ഉൾപ്പെടെ ബൗണ്ടറികൾ പറത്തുന്നു, അങ്ങനെ എല്ലാം കാണുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ നല്ലോണം ടൈം ചെയ്യുന്നു. സ്പിന്നേഴ്സിനെതിരെ അക്ഷർ പട്ടേലിനെതിരെ വരുൺ ചക്രവർത്തിക്കുമെതിരെ ഒക്കെ നെറ്റ്സിൽ കളിക്കുന്ന സഞ്ജുവിനെ കാണാൻ നല്ല ടച്ചിലാണ്. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിലെ മാറ്റ് ഹെൻറിയെ തന്നെ നല്ല രീതിയിൽ ജോഫ്ര ആർച്ചറിന് എങ്ങനെ മറുപടി കൊടുത്തു ഇംഗ്ലണ്ടിനെതിരെ, അതുപോലെ തന്നെ മാറ്റ് ഹെൻറിക്കെതിരെയും ഒരു മറുപടി സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഡ്യൂ ഫാക്ടർ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഡ്യൂവിനെ അപ്പാടെ തള്ളിക്കളയാം. അതുകൊണ്ട് ടോസിൽ വളരെ നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അഹമ്മദാബാദിന് ഒരു ചരിത്രമുണ്ട്. ഇത്തവണത്തെ T20 ലോകകപ്പിൽ തന്നെ എടുത്തു നോക്കിയാൽ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ മത്സരമാണ് ഇതേ പിച്ചിൽ കളിച്ച മത്സരം. അതായത് ഈ പറഞ്ഞ പോലെ 65% റെഡ് സോയിൽ കളിച്ച് പിച്ച് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക കാനഡ മത്സരമാണ്. ആ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക 200-ന് മുകളിൽ ടാർഗറ്റ് വെച്ചിരുന്നു. അഹമ്മദാബാദിനെതിരെ ഫസ്റ്റ് ഇന്നിംഗ്സിൻ്റെ ആവറേജ് ടോട്ടൽ എന്ന് പറയുന്നത് 200-ആണ്. അതിപ്പോൾ ന്യൂസിലൻഡ് ആയാലും ഇന്ത്യ ആയാലും ആര് ബാറ്റ് ചെയ്താലും തുടക്കത്തിൽ തന്നെ 220, 230 എന്ന ടാർഗറ്റിൽ തന്നെ ഫിക്സ് ചെയ്യുക എന്നത് തന്നെയാണ്. കാരണം നമ്മൾ ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞ കളി വാങ്കഡെ സ്റ്റേഡിയത്തിൽ കണ്ടതാണ്. 253 ഇന്ത്യ അടിച്ചിട്ട് പോലും അത് ചേസ് ഡൗൺ ചെയ്യാൻ ഇംഗ്ലണ്ടിന് 247, അവസാന പന്ത് വരെ നമ്മളെ ശ്വാസം മുട്ടിച്ച് കളഞ്ഞ മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം ഇംഗ്ലണ്ടിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന ന്യൂസിലൻഡിനെ അതേ രീതിയിൽ തന്നെ അടിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഈ കപ്പും കൊണ്ട് തിരികെ പോകാൻ പറ്റുകയുള്ളൂ എന്നത് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ അതനുസരിച്ച് തന്നെ കളിക്കും. ഏത് ടീം ആദ്യം ബാറ്റ് ചെയ്താൽ പോലും 230, 240 മുകളിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കഠിനമാകും എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഫേവറേറ്റ്സ് ഇന്ത്യയാണ്. ഓൺ പേപ്പർ, ഓൺ റെക്കോർഡ് എല്ലാം ഇന്ത്യ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കൂടെ, ഒരു ഫാക്ട് ഇന്ത്യൻ ആരാധകർക്ക് വേണ്ടി പങ്കുവയ്ക്കാം. ഇന്ത്യ ന്യൂസിലൻഡ് ICC T20 പരമ്പരകളിൽ 3 വട്ടം നേർക്കുനേർ വന്നപ്പോൾ 3 തവണയും വിജയിച്ചത് ന്യൂസിലൻഡാണ്, ഇന്ത്യ അല്ല. അങ്ങനെ ഒരു റെക്കോർഡ് കൂടി ഉണ്ട്. പക്ഷെ അതൊക്കെ തിരുത്തി കുറിച്ച് തീർച്ചയായും ആ ചരിത്രമൊക്കെ തിരുത്തി കുറിക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.